ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നിങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മിനി നോട്ട്ബുക്കാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2-3 പേപ്പേഴ്സ് എടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്ന് മടക്കാം. നല്ല വൃത്തിയിൽ വേണം അത് മടക്കിയെടുക്കാൻ കേട്ടോ. ഒരു ഭാഗവും വളയാതെയും ശരിയാതെയും ഒന്നും ആവരുത്. നല്ല വൃത്തിയിൽ വേണം നമ്മളത് മടക്കിയെടുക്കാൻ. അപ്പം ഞാനിതാ എല്ലാ പീസും അതേപോലെ മടക്കിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോയിൽ തിരിയുന്നുണ്ടാവും ഞാൻ മടക്കണത് എങ്ങനെയാണെന്നൊക്കെ. ഇതാ ഇപ്പം മടക്കി വരുന്നത് കണ്ടില്ലേ? ഇങ്ങനെ വേണം മടക്കിയെടുക്കാൻ. 3 പാർട്സ് നമുക്ക് അതിൽ നിന്ന് കിട്ടും കേട്ടോ. നന്നായിട്ട് വൃത്തിയിൽ മടക്കണം. അപ്പം അതിൽ 3 പാർട്സാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതിനകത്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനതൊരു സ്കെയിൽ വെച്ചാണ് കട്ട് ചെയ്യണത്. കാരണം നമ്മുടെ സിസർ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മളത് വളഞ്ഞു പോകും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടെ സ്കെയിൽ വെച്ചാണ് കട്ട് ചെയ്യുന്നത്. അത് ഞാനിപ്പം ഒരു പീസ് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണുന്നുണ്ടാവും ഞാനിപ്പോൾ ഒരു പീസ് കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ കട്ട് ചെയ്യാണ്. അതിനിടയ്ക്ക് ഭയങ്കര കാറ്റൊക്കെ ഉണ്ട് കേട്ടോ. കാറ്റൊക്കെ അടിക്കുമ്പോൾ എൻ്റെ ആ ലിയാലെന്നൊക്കെ എഴുതിയില്ലേ, അതൊക്കെ അങ്ങ് താന്ന് വീണ് പോകുന്നുണ്ട്. ഓക്കെ, അതൊക്കെ പിന്നെ പറയാം. ഇപ്പോൾ ഇതാ ഞാനിതിവിടെ മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ഷേപ്പിൽ വേണം മടക്കി എടുക്കാൻ. ഒരു ഭാഗം വളയാനോ ചെരിയാനോ പാടില്ല. അത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് നന്നായിട്ട് വൃത്തിയിൽ വേണം മടക്കി എടുക്കാൻ. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് വരേണ്ടത്. ഇനി അതേപോലെ ബാക്കിയുള്ള എല്ലാ പീസസും ഒന്ന് നമുക്ക് മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ മടക്കി എടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ് ഇത് ചെയ്യാൻ. നിങ്ങൾക്കിത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതാ അതും ചെയ്തെടുത്തു. ഇപ്പം ഞാൻ 3 എണ്ണം അങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പം ഇതാ ഇങ്ങനെ ചെയ്യുമ്പോൾ കാണാൻ നമുക്ക് നല്ല രസമാണ് കേട്ടോ. അത് ചെയ്യാൻ ടൈം സ്പെൻഡ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇങ്ങനെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് ബാക്കിയുള്ളതൊക്കെ ചെയ്തെടുക്കാം. എല്ലാം ഞാൻ അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. ഓക്കെ, അതവിടെ നടക്കട്ടെ. അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതൊന്നും ചെയ്യാൻ മറക്കരുത് കേട്ടോ. കാരണം അത്രയും കഷ്ടപ്പെട്ടാണ് ചെയ്യണത്, നിങ്ങൾ ഓർക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ആദ്യത്തെ യൂട്യൂബ് ചാനലായതുകൊണ്ട് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിതാ മടക്കി എടുക്കുന്നുണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ല, 3 പാർട്സായിട്ട് മടക്കണം. അങ്ങനെ വേണം മടക്കാൻ. നമുക്ക് 3 പാർട്സ് കിട്ടണം. 3 പാർട്സ് കിട്ടുമ്പം ഞാനിപ്പോൾ 5 or 8 പേജ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ മടക്കി വന്നിട്ടുണ്ട്. അപ്പം നന്നായിട്ട് ഷേപ്പൊക്കെ വരാൻ ശ്രദ്ധിക്കണം. ഷേപ്പൊന്നും ഇല്ലാതെ ആവരുത്. ഇനി നമുക്കതൊന്ന് സ്കെയിൽ വെച്ച് കട്ട് ചെയ്തെടുക്കാം. ഞാൻ സ്കെയിൽ വെച്ച് അതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ പറയുന്നതിൽ കുറച്ച് തെറ്റൊക്കെ ഉണ്ടാവും, സോറി, ക്ഷമിക്കുക. പക്ഷേ ഞാനിതിപ്പോൾ കട്ട് ചെയ്യുന്നുണ്ട്. ഞാനൊരു ക്ലിയറായിട്ട് ഞങ്ങളൊന്ന് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതാ കട്ട് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. ഇനി നമുക്ക് അതേപോലെ തന്നെ സെയിം ടു സെയിം മടക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതാ അങ്ങനെ മടക്കി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. അതോ എന്തൊക്കെയോ ആക്കുന്നുണ്ട്, കാറ്റത്ത് എന്തോ ഇളക്കാണ്, ഇങ്ങനെ എന്തോ ചെയ്യാണ്. അങ്ങനെന്താ ഞാനെല്ലാം അങ്ങനെ മടക്കി എടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അടുത്തത് കട്ട് ചെയ്യാണ്. കട്ട് ചെയ്തു, ഒന്ന് കട്ട് ചെയ്തു. ഇനി അതൊന്ന് മടക്കിയെടുക്കാം. സെയിം ടു സെയിം തന്നെ മടക്കി എടുത്തിട്ടുണ്ട്. ആ സമയത്ത് എൻ്റെ ഒരു പേജ് കീറിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാനത് മാറ്റി വേറെ പേജ് എടുത്തു. അങ്ങനെ ആ പേജും നമുക്ക് മടക്കിയെടുക്കും. കാരണം എൻ്റെ ആ ഒരു പേപ്പറിൽ ഒരു പേജ് അറിയാതെ ഞാൻ കട്ട് ചെയ്യുമ്പം മുറിഞ്ഞു പോയി. അപ്പം ഞാൻ എന്താക്കി, വേറെ പേപ്പർ എടുത്തു. അങ്ങനെ അത് ചെയ്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഡൗട്ടൊന്നും ഇല്ലല്ലോ അല്ലേ? ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ. ആ സമയത്ത് എൻ്റെ ഫോൺ ചെറുതായിട്ടൊന്ന് താഴേക്ക് വീണു. അതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ആ ദൃശ്യം നിങ്ങൾ കണ്ടല്ലോ. അതൊന്നും നോക്കണ്ട കേട്ടോ. അതങ്ങ് എൻ്റെ എല്ലാ വീഡിയോയിലും ഫോൺ താഴെ പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് വീഡിയോ അടുത്ത് എടുക്കാൻ മടി കാരണം ഞാനത് പോക്കിയില്ല. നിങ്ങൾക്കത് പോക്കണേ പോക്കാം, പക്ഷേ അത് ഞാൻ പോക്കണില്ല. കണ്ടോട്ടെ. അപ്പം ഞാനെല്ലാം മടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര കാറ്റ് വരും. ഇപ്പം കാറ്റ് വരാൻ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പം എല്ലാം ഞാനിത് അതേപോലെ തന്നെ ഒന്ന് മടക്കാം. നല്ല ജലദോഷമുണ്ട്, അതുകൊണ്ട് സൗണ്ടൊക്കെ ചിലപ്പോൾ പോയിട്ടുണ്ടാവും കേട്ടോ. അതൊന്നും നിങ്ങൾ നോക്കണ്ട. എന്നിട്ടാ ഞാൻ എല്ലാ സൈഡും
എല്ലാ ഭാഗവും ഞാൻ ഒന്ന് നന്നായിട്ട് മടക്കി ക്ലിയർ ആക്കി വെക്കുന്നുണ്ട്. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. അപ്പോൾ ഞാൻ കട്ടൊക്കെ ചെയ്ത് എല്ലാം കട്ട് ചെയ്തു. ഇനി ഞാൻ ഒന്ന് ഇതൊക്കെ റെഡിയാക്കി ഒന്ന് വെച്ച് നോക്കട്ടെ. ചിലപ്പോൾ ഷേപ്പിന് വ്യത്യാസം ഉണ്ടാവും, അത് ക്ലിയർ ആക്കേണ്ടിയിട്ടാണ് ഞാൻ റെഡിയാക്കി വെച്ച് നോക്കുന്നത്. എന്തായാലും നമ്മൾ ഗമ്മൊക്കെ ഒട്ടിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തായാലും ഷേപ്പൊക്കെ ഫുള്ളായിട്ട് പോയിട്ടുണ്ടാവും. അതൊന്നും കൂടി ഷേപ്പ് ആക്കേണ്ടി വരും. അത് പക്ഷേ ഇപ്പോൾ നമുക്കൊന്ന് റെഡിയാക്കി ഒരു തൃപ്തിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യാം. എൻ്റെ ഒരു തൃപ്തിക്ക് വേണ്ടി ചെയ്യാണ്. അങ്ങനെ ഇങ്ങനെ ചെയ്തുകൊണ്ട് നിൽക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തിരിയുണ്ടാവും. ഞാനിങ്ങനെ റെഡിയാക്കി വെക്കുന്നുണ്ട്. ഇപ്പം എല്ലാം കൂട്ടി ഉള്ളിലേക്ക് കയറ്റി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ റെഡിയായി വെച്ചിട്ടുണ്ട് കേട്ടോ. കണ്ടല്ലോ, നിങ്ങൾ ബുക്കണ്ടില്ലേ, ഒട്ടിച്ചിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഉറപ്പിച്ചതാണ് എന്തായാലും ബാക്കിയുള്ള ഭാഗങ്ങൾ സെയിം ഷേപ്പ് മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാനത് കട്ട് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ 3 സൈഡും ക്ലിയർ ആയിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ നമുക്ക് നമ്മുടെ ഫിനിഷിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റ് ഞാൻ ഒന്നും കൂടി അതിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ഇങ്ങനെ കട്ട് ചെയ്യാൻ. എനിക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കട്ട് ചെയ്ത് ക്ലിയർ ആക്കി. അപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് വെറുതെ ഒന്ന് ക്ലീനാക്കി. കാരണം കുറച്ച് പേപ്പേഴ്സ് അവിടെ കട്ട് ചെയ്ത് ബാക്കിയുണ്ടല്ലോ, അതൊക്കെ ഒന്ന് ക്ലീനാക്കിയതാണ്. എന്നിട്ട് നമുക്കതിനൊന്ന് ഗമ്മ് വെച്ച് ഒട്ടിച്ചെടുക്കാം. എന്തൊക്കെയോ കാണിക്കുന്നുണ്ടെന്ന് വെച്ചിട്ട് അപ്പോൾ ഞാൻ എന്താക്കി, ഇതൊക്കെ ഒരു ഗമ്മ് വെച്ച് ഒട്ടിക്കാണ്. ഒട്ടിക്കാൻ എനിക്ക് ഭയങ്കര സമയം എടുക്കും കേട്ടോ. അത് ഞാൻ എത്ര സ്പീഡാക്കാൻ നോക്കിയാലും പെട്ടെന്ന് ഒട്ടിച്ച് തീർക്കാൻ എനിക്ക് പറ്റില്ല. ഞാൻ കുറച്ച് സമയമൊക്കെ എടുത്ത് ആക്കത്തിലാണ് എല്ലാ പണിയും ചെയ്യാറുള്ളത്. അത് നന്നായിട്ട് വൈകും ചെയ്യും കേട്ടോ. ആ സമയത്ത് ഉമ്മച്ചി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഞാൻ പോയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ക്രാഫ്റ്റായിട്ട് ചെയ്യാണ്, അവിടെ ഞാൻ പോയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇത് ഹോം മെയ്ഡ് പശയാണ്. നമ്മുടെ മൈദ വെച്ചിട്ടില്ലേ, മൈദ മാവ് വെച്ചിട്ട് ചെയ്തതാണ്. ഞാൻ അങ്ങനത്തെ അതാണ് യൂസാക്കൽ കേട്ടോ. നമുക്ക് പിന്നെന്താ ഗമ്മ് യൂസാക്കാം. ഞാനിപ്പം ഇങ്ങനത്തെ ഗമ്മാണ് യൂസാക്കിയിട്ടുള്ളത്. ആ സമയത്ത് എൻ്റെ കയ്യിൽ അറിയാതെ തായ്ക്ക് വീണു. അങ്ങനെ എന്താക്കി എല്ലാ ഭാഗവും ഒട്ടിക്കുകയാണ്. നിങ്ങൾ ഇതേപോലത്തെ മിനി ബുക്സൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഞാനിവിടെ എത്ര പ്രാവശ്യം ബുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. ഞാനിപ്പോൾ എത്ര പ്രാവശ്യം പറഞ്ഞതെന്ന് എനിക്ക് തന്നെ അറിയില്ല, പക്ഷെ നിങ്ങളത് കമൻറ്റ് ചെയ്യണം. നല്ല ജലദോഷം ഉണ്ട് കേട്ടോ, നിങ്ങളൊന്നും മെയിൻ ചെയ്യണ്ട. ഇപ്പോൾ ഇത് ഞാൻ ഫുള്ളായിട്ടൊന്ന് ക്ലിയർ ആയിട്ട് ഒട്ടിക്കുന്നുണ്ട്. എൻ്റെ ഈ എന്തെങ്കിലും അൽക്കുലത്തെ പരിപാടികൾ കഴിഞ്ഞതിന് ശേഷം എൻ്റെ വീട് നിങ്ങൾ കണ്ട ഞെട്ടിപ്പോകും ഗൈസ്. അത്രയും ചളി പിളിയാക്കി വെച്ചിട്ടുണ്ടാവും. കാരണം പേപ്പേഴ്സ്, സ്കെയില്, പെൻസില്, അങ്ങനെ കുറേ സാധനങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും വലിച്ചു വാരി ഇട്ടിട്ടുണ്ടാവും. പിന്നെ എൻ്റെ അനിയത്തിമാരെ കുറച്ച് പൊട്ടത്തരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അതൊന്നും ഞാൻ പറയണില്ല. അവർക്ക് ഈ മുട്ട, നമ്മുടെ ഈ കോയില്ലേ, ഹെൻ, അത് വേണമെന്ന് പറഞ്ഞിട്ട് ഓരോ സാധനങ്ങൾ മുട്ടയൊക്കെ വെച്ചിട്ട് കുറച്ച് ദിവസമായി, ഒരു 10-15 ദിവസമായി ഇതുവരെയായിട്ടും ആ മുട്ട വിരിഞ്ഞിട്ടില്ല. ആ മുട്ട നാശമായൊന്നും അറിയില്ല. അതുകൊണ്ട് അതിന് ഒരു വിവരം ഇല്ല കേട്ടോ. പൊട്ടില്ല, ഒന്നുമില്ല. അപ്പം എനിക്ക് ചെറിയൊരു ഡൗട്ട് തോന്നി. അപ്പം അതൊന്നും ഇതിൽ കാണിച്ചിട്ടില്ല, ഞാൻ ഒന്ന് പറഞ്ഞതാണ്. അങ്ങനെ അവർക്ക് ചില പൊട്ടത്തരമുണ്ട്, എനിക്കും ചില പൊട്ടത്തരമുണ്ട്. എനിക്കാണ് കൂടുതലുള്ളതാണ് എൻ്റെ ഉമ്മച്ചി പറയണത്. കറക്റ്റായിരിക്കും, എനിക്ക് തന്നെയായിരിക്കും കൂടുതലുണ്ടാവുന്നത്. കാരണം ഞാൻ ഓരോന്ന് വെറുതെ ചെയ്യും, വെറുതെ പേപ്പർ കളയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, ഇപ്പം ഞാനത് അതൊക്കെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ക്ലിയർ ആയിട്ടൊന്ന് ഒട്ടിക്കാൻ ശ്രമിക്കുക. വോയിസ് ഓവർ എടുക്കുമ്പം അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നൊക്കെ പല സൗണ്ടസും നമുക്ക് കേൾക്കും, പക്ഷെ അതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യേണ്ട കേട്ടോ. അങ്ങനെയാണ്. ഇവിടെ ഭയങ്കര സൗണ്ടുള്ള സമയമാണ്. ഈ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും സൗണ്ട് കൂടും, അത് നിങ്ങൾ നോക്കണ്ട. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി 3-2 അത്രയേ ഉള്ളൂ. അപ്പം ഞാനതൊക്കെ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാൻ ഇങ്ങനെ നടന്നുകൊണ്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് സംസാരിച്ച് സെറ്റാക്കണത്. എനിക്ക് നടക്കുമ്പോഴാണ് ഒരു സുഖം. ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് മടുക്കും. ഞാനിതാ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി എത്ര ഉണ്ട്, 2 ഇട്ടുണ്ട്. ഞാനിതാ ഒട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞ് ഞാൻ തന്നെ കുഴഞ്ഞു. അപ്പം നിങ്ങളത് കാണും. ഇനി ഞാൻ കുറച്ച് സമയം മിണ്ടാതിരിക്കട്ടെ കേട്ടോ. ലിയാന ഇത് ഞാൻ ഇന്നലെ ഉണ്ടാക്കിയതാണ്. ഞാൻ 2-3 പേപ്പേഴ്സ് അതിന് വേണ്ടി വേസ്റ്റ് ചെയ്തു. കാരണം 1, 2, 3 പേപ്പേഴ്സാണ് ഞാൻ അതിന് വേണ്ടി വേസ്റ്റ് ചെയ്തത്. അപ്പോൾ
അതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഞാൻ അതിൻ്റെ ബേക്കിൽ അതങ്ങനെ സ്റ്റിക്കി ആയിട്ട് നിൽക്കാൻ കാരണം ബേക്കിൽ ഞാൻ നമ്മുടെ ഈ സ്കൂൾ ഫോട്ടോ കിട്ടുമ്പം കിട്ടണ ഇതില്ലേ ബൈക്കിലുണ്ടാകുന്ന സാധനം അതാണ് കേട്ടോ. അത് സ്റ്റാമ്പുമായിട്ടുള്ള അതാണ്. നമുക്ക് നല്ല യൂസ്ഫുള്ളാണ് അത് വെക്കുമ്പോൾ. ഞാൻ ഓരോ പരിപാടിക്കും ഇത് കൊണ്ടുപോകാറുണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നൊക്കെ പിന്നെന്താ വോയിസ് ഓവർ ഇതൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഭംഗിക്ക് വേണ്ടി ഞാനതെടുത്ത് കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ഉമ്മ വീട്ടിലൊക്കെ പോകുമ്പം ഞാനതൊക്കെ കൊണ്ടുപോകും. അങ്ങനത്തെ അതൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഇങ്ങനത്തത് 2-3-4 അപ്പോൾ ലാസ്റ്റത്തെ കൂടെ അങ്ങ് ഒട്ടിച്ചു. ഭാഗ്യം അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങനെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തു. ചിലർ ഫിനിഷ് എന്ന് പറയും, ഞാൻ ഫിനിഷ് എന്നാണ് പറയണത് കേട്ടോ. അങ്ങനെ ഫൈനലി അത് സെറ്റഡ്. അപ്പോൾ ഇതിനെ ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കാരണം ഷേപ്പൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. കാരണം നമ്മൾ ആ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ ലൈന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഇതാക്കി. പിന്നെ ഞാനിപ്പോൾ അതാ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എനിക്ക് ആ കട്ട് ചെയ്യണത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് കാരണം എനിക്ക് നല്ല ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ കട്ട് ചെയ്തു, ക്ലിയർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തരാൻ കണ്ട് ഇങ്ങനെയാണ് അത് ഉണ്ടായിരുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് അൽക്കുലത്തെ ഡിസൈൻസൊക്കെ ചെയ്യാം. അപ്പം അതിന് ഞാൻ 3 സ്കെച്ച് പെൻസാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് സ്കെച്ച് പെൻസും എടുക്കാം. ഞാൻ സ്കെച്ചാണ് എടുത്തിട്ടുള്ളത്. ഞാൻ എടുക്കുകയാണ് കേട്ടോ. 3 എടുത്തിട്ടുണ്ട്. ഞാൻ 1 ഗ്രീനും 1 ഡാർക്ക് ഗ്രീനും 1 പർപ്പിൾ കളർ. ആ 3 കളേഴ്സാണ് എടുക്കുന്നത്. സിമ്പിൾ ഡിസൈനാണ്. ഡിസൈൻസൊക്കെ ഒന്നും അത്ര മറന്നത് കൊണ്ട് ഞാൻ എന്തൊക്കെയോ അൽക്കുലത്തെ ഡിസൈൻസൊക്കെ ഒപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം ഞാനൊരു ലവ് വരച്ച് കൊടുത്തു. പിന്നെയും ഒരു ലവ് വരച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ലവ് വെച്ചിട്ടാണ് എൻ്റെ ഇന്നത്തെ ഒരു കളി ആരംഭിച്ചത്. അങ്ങനെ ഇതാ ലവ് വെച്ച് തുടങ്ങി ലാസ്റ്റ് അവസാനിച്ചത് എങ്ങനെയാണ് നിങ്ങൾക്ക് കാണണ്ടേ? കണ്ടോളൂ കേട്ടോ. ഇങ്ങനെ ഇതാ ഓരോ കളർ മാറ്റി ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യണം നിങ്ങൾക്കറിയോ? അവിടെ ഞാനിനി മൈ മിനി ബുക്ക് എന്ന് എഴുതുന്നുണ്ട് കേട്ടോ. എൻ്റെ ചെറിയ ബുക്ക് എന്ന് പറയാൻ പറ്റില്ല, ഇത് കുറച്ച് വലിപ്പമുണ്ട്. ചെറിയ ബുക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെറിയ ബുക്കായിരിക്കും. ഇത് ഞാനൊരു കീ ചെയിനായിട്ട് ഒരു ദിവസം ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാം. ആ സമയത്ത് ഭയങ്കര കാറ്റടിച്ചതും എൻ്റെ ലിയാന എഴുതിയത് താഴെ വീഴും സെയിം ടു സെയിം ആയി 2 ഒപ്പിച്ചു. പിന്നെ അതൊക്കെ ഒന്ന് വേഗം പോയി എടുത്തു. ആ സമയത്ത് ഇപ്പോൾ ഇവിടെ ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതൊക്കെ ശരിയൊക്കെ ഉണ്ട്. ആ സ്കെയിലെടുത്ത് ഞാൻ ചില ഭാഗങ്ങൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജലദോഷം കാരണം ഇരിക്കാനും വയ്യ, നിൽക്കാനും വയ്യ, ഒന്നിനും വയ്യ. അങ്ങനെ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ശബ്ദം കുറച്ച് സംസാരിക്കാം കേട്ടോ. അങ്ങനെ ഞാനിതവിടെ ചെയ്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ പകുതിയോളം കഴിഞ്ഞു, ഇനിയും കഴിയാണ്ട് തോന്നുന്നുണ്ട്. എന്നിതാ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാൻ വിചാരിച്ചു. ഇങ്ങനെ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഞാനതിപ്പേ പറയണത്. നിങ്ങൾ ചിലപ്പം മറന്നു പോയിരിക്കാം, വീഡിയോ കണ്ട് മാത്രം നിൽക്കും. ലൈക്കും കമൻറ്റും ചെയ്യാൻ അടുത്ത് മറന്നു പോകും. അങ്ങനെ ചെയ്യാൻ മറക്കരുത് ഗൈസ്. അങ്ങനെ ഇതാ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട്. എനിക്ക് വീഡിയോ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ഫോൺ കിട്ടാൻ നല്ല പണിയാണ്. അങ്ങനെ കേട്ടോ, നമുക്ക് ഓരോ ആവശ്യത്തിനും ഫോൺ വേണം. അതെൻ്റെ ഉമ്മച്ചിക്ക് നിർബന്ധമാണ്. ഓർഡേഴ്സ് ഉണ്ട്, കേക്കിൻ്റെ ഉണ്ട്, അതിൻ്റെയൊക്കെ ഓർഡേഴ്സ് ഉണ്ടായതുകൊണ്ട് ഫോൺ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ചോദിച്ച് എന്തൊക്കെയോ ആക്കിയാണ് ഫോൺ വാങ്ങാറുള്ളത്. അതിനൊക്കെ ചെയ്ത് ക്ലിയർ ആക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കാണിച്ചു തരാം. ഇതാണ് സംഭവം. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. ആ തുറക്കാനൊക്കെ അടിപൊളിയായിരുന്നു. നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ചെയ്യും. നല്ല രസമുണ്ട് കാണാൻ. ഫസ്റ്റൊന്നല്ല, ഞാൻ 2-3 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ബൈ ബൈ.